ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രന്റെ അനുതാപം എന്തുകൊണ്ട് യഥാർത്ഥ അനുതാപമാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്നേഹത്തെക്കുറിച്ചുള്ള ബോധം അവനുണ്ടായി. രണ്ടാമത്തേത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോകും. അതായത് പാപത്തിൻ്റെ അവസ്ഥയിൽ അവൻ തുടർന്നില്ല, എഴുന്നേറ്റു. ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ്, പാപത്തിലും തുടരാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് അവൻ കടന്നുപോയി. അതായത് ഫറവോയ്ക്കും സാവൂളിനും ജീവിതത്തിൽ മാറ്റമുണ്ടായില്ല എന്ന് പറയുമ്പോൾ, ഈ മനുഷ്യൻ അതായത് അവിടെ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി, അതായത് തിരിച്ചു നടന്നു. പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ചെന്ന് പറയണത് എന്താണ്? പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി അവകാശിയല്ല എന്ന് പറഞ്ഞ് തമ്പുരാൻ പിതാവിൻ്റെ മുന്നിൽ അവൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. ഓക്കെ, സുബോധം, സ്നേഹത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. അവൻ എഴുന്നേറ്റു, അതിൻ്റെ അകത്ത് തുടർന്നില്ല. രണ്ടാമത്തെ കാര്യം, തിരിച്ചു നടന്നു. അതായത് നഷ്ടപ്പെടുത്തിയ കൃപകളിലേക്ക് അവൻ തിരിച്ചു നടന്നു. മൂന്നാമത്തെ കാര്യം, അവിടെ ചെന്നിട്ട് അവൻ തൻ്റെ കുറ്റക്കുറവ് അവൻ ഏറ്റുപറഞ്ഞു. ശ്രദ്ധിച്ച്, അവൻ ആരെയെങ്കിലും അതിനകത്ത് ന്യായീകരിക്കുന്നുണ്ടോ? അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ പാപം ചെയ്തത്. വീട്ടിൽ ഒരു അമ്മയുടെ കുറവുണ്ടായിരുന്നു, അമ്മ എനിക്ക് ഇതൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഈ കന്നന്തിരിവ് കാണിച്ചിട്ട് ഇറങ്ങി പോകത്തില്ല എന്നവൻ പറഞ്ഞില്ല. എനിക്കിതൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് അപ്പനത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനിത് ചെയ്യുമായിരുന്നില്ല എന്നവൻ പറഞ്ഞില്ല. ന്യായീകരണങ്ങൾ പറഞ്ഞില്ല. ആ പാപത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ആ വ്യത്യാസം കണ്ടോ? അതാണ് വ്യത്യാസം. ആ പാപത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തു, അവൻ അനുദപിച്ചു, ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. 5 കാര്യങ്ങളാണ്: സുബോധം, സ്നേഹത്തെക്കുറിച്ചുള്ള ബോധം, എഴുന്നേറ്റു, പാപത്തിൻ്റെ അകത്ത് കിടക്കരുത്, എഴുന്നേക്കണം, തിരിച്ചു നടന്നു, അപ്പൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കണം. ഓരോ കുമ്പസാരത്തിലും അവിടെ ചെന്നിട്ട് ന്യായീകരണങ്ങൾ പറയരുത്. പാപത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തു, സമ്മതിച്ചു, തെറ്റുപറ്റിയെന്ന് അവൻ സമ്മതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ആ വചനം നിങ്ങളൊന്ന് മനസ്സിരുത്തി വീടിച്ചതിന് വായിക്കണം. അവൻ്റെ റോള്, അവൻ്റെ പരിപാടി അവിടെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ചെയ്യണ അതിനറിയോ? അപ്പനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ. ശരിയായ അനുതാപം ഉള്ളിടത്ത് അവിടെ ചെന്ന് നമ്മുടെ തെറ്റുപറ്റി ഏറ്റു പറയുന്നതോടെ നമ്മുടെ റോള് കഴിഞ്ഞു.